إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എല്ലാ സമയവും അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ജല്ല ജലാലുഹു നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരിലും ഈ സമയം വരെ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ അള്ളാഹു അവൻ്റെ ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കുവാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ സൂറത്ത് ഇബ്രാഹീമിൻ്റെ 7-ാമത്തെ ആയത്ത് നാം ഒരു പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ, ആയത്തിൻ്റെ ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലാണ് വിവരിച്ചു തരുന്നത്. അതിൽ അല്ലാഹുവിൻ്റെ സ്നേഹോഷ്മളമായ ഉപദേശമുണ്ട്, അല്ലാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ശക്തമായ താക്കീതും ആയത്തിൽ കാണാൻ പറ്റും. അല്ലാഹു പറയുന്നു, വൈതഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാനാണ് അള്ളാഹു ആദ്യമായി കൽപ്പിക്കുന്നത്. അങ്ങനെ നന്ദി കാണിക്കുവാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ വലിയ വാഗ്ദാനം അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരാം. ഇനി അതിനുശേഷം അള്ളാഹു പറയുന്നു, ലഇൻ കഫർതും. ഇനി അള്ളാഹുവിനെ നന്ദി കാണിക്കാതെ, അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും വകവയ്ക്കാതെ, പരിഗണിക്കാതെ, ഒരു നിഷേധാത്മക സ്വഭാവമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, അതിശക്തമായ ഒരു ശിക്ഷ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു താക്കീത്, മുന്നറിയിപ്പും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്നുണ്ട്. ഒരൊറ്റ ആയത്തിലൂടെ ഇത്തരം കാര്യങ്ങളാണ് അള്ളാഹു ഖുർആൻ പഠിക്കുന്ന, മനസ്സിലാക്കുന്നവർക്ക് നൽകുന്ന നിർദ്ദേശം. ഇപ്പോൾ വിശുദ്ധമായ ഖുർആന്റെ മുഫസ്സിരീങ്ങളായ ഉലമാക്കൾ പറയുന്നത്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഗുണഗണം എന്ന് പറയുന്നത്, ധാരാളം ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഗുണമായി പറയുന്നത്, അള്ളാഹു വാക്കുപാലിക്കുന്നവനാണ്, വാഗ്ദാനം ലംഘിക്കാത്തവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ കാണാൻ പറ്റും. അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ധാരാളം കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് അവൻ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസിയിലേക്ക് ആ വാഗ്ദാനം ഒരു വിശ്വാസി നേടിയെടുക്കണമെങ്കിൽ അവനിൽ പ്രധാനമായിട്ടും ചില ഗുണങ്ങൾ വേണമെന്നാണ് മുഫസ്സിരീങ്ങളായ ഉലമാക്കളുടെ അഭിപ്രായം.
ഇപ്പൊ സാധാരണ ഒരു മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർണിതമായ ആരാധനകളുണ്ട്. ദീനിന്റെ എല്ലാ വശങ്ങളും നാം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ധാരണയിലാണ് നമ്മളൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 നേരമുള്ള നമസ്കാരം നിർവഹിച്ചാൽ, വർഷത്തിൽ 1 മാസം റമദാനിൽ നോമ്പ് തോറ്റാൽ, 1 വർഷത്തിൽ സക്കാത്ത് 1 കൊടുത്തു വീട്ടിയാൽ, ഇനി കഴിവുണ്ടായിരിക്കും ഒരു ഹജ്ജ് നിർവഹിച്ചാൽ നാം ഒക്കെയും മതം പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഭൂരിപക്ഷം മുസ്ലിമുകളും ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, അതിനപ്പുറം നിർണിതമായ ആരാധനകൾക്കപ്പുറം നമുക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനം നമ്മിലേക്ക് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിലാദ്യം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ധാരാളം ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പൊ ഉപകാരത്തിന് വിധേയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപകാരം ചെയ്യുന്ന ആൾ, അയാൾക്ക് ധാരാളം നന്മയും നന്ദി വാക്കുകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അസന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മെ സഹായിക്കുന്നതെങ്കിൽ ആ നന്ദി പറച്ചിലിന്റെ മേന്മയും സൗന്ദര്യമൊക്കെ അല്പം വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹം, വിശുദ്ധ ഖുർആന്റെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണ തിട്ടപ്പെടുത്തിയാൽ അതിന് സാധിക്കില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അത്രത്തോളം എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരിയിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയും, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന് മാത്രം നിങ്ങൾ നന്ദി കാണിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ലോകത്ത് ഞാനും നിങ്ങളും ഒക്കെ അടക്കം ഏകദേശം 750-800 കോടിയോളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അതിൽ നാം ഒരു വ്യക്തിപരമായി ഒരാത്മപരിശോധന നടത്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരിലും ഒരു അഭിപ്രായ സർവേ എടുക്കുകയാണെങ്കിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന് എത്ര ആൾക്കാർ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നു, നന്ദി കാണിക്കുന്നുണ്ട്? ഇപ്പൊ പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്ദി കാണിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, അവന് ലഭിച്ച അള്ളാഹു നൽകിയിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വിചാരമില്ലായ്മയും ഒരു ചിന്തയില്ലായ്മയൊക്കെയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിരാശ എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങളിലും മനുഷ്യനിലേക്ക് നിരാശ കടന്നു വരും. പൊടുന്നനെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ, സാമ്പത്തികമായി ഉണ്ടാകുന്ന അധപ്പതനം, കച്ചവടത്തിൽ ഉണ്ടാകുന്ന പരാജയം, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, അങ്ങനെ മനുഷ്യന് നിരന്തരമായി പല പ്രശ്നങ്ങളുടെ പേരിലും നിരാശ കടന്നു വരാറുണ്ട്. ഇപ്പൊ ആധുനിക മനഃശാസ്ത്രം പറയുന്നത്, ഒരു മനുഷ്യനിലേക്ക് നിരാശ കടന്നു വരികയാണെങ്കിൽ ആ നിരാശയുടെ തോത് വർദ്ധിച്ചു വരുന്ന അനുസരിച്ച് അവനിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മോശം ദുർഗുണം എന്ന് പറയുന്നത് സ്വന്തം ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാറുമെന്നുള്ളതാണ്. അതിന് നമ്മൾ ആത്മഹത്യ എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിലും ആത്മഹത്യകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനങ്ങളിലൊന്നായ നമ്മളൊക്കെ ജീവിക്കുന്ന കേരളം, ഈ കേരളത്തിലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2021 മെയ് 20 മുതൽ 2025 മാർച്ച് 16 വരെയുള്ള ആത്മഹത്യകളുടെ കണക്കൊന്നെടുത്തു നോക്കുകയാണെങ്കിൽ ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടിയാണ് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 100,000-ൽ 10 ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലേക്ക് ആ കണക്ക് വരുമ്പോൾ 100,000-ൽ 22-24 ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. മറ്റൊരു കണക്കെന്ന് പറയുന്നത് 20 ആളുകൾ ആത്മഹത്യാ ശ്രമം നടത്തുമ്പോൾ അതിൽ ഒരാളാണ് മരണപ്പെടുന്നത്. അപ്പോൾ 20 പേരും മരണപ്പെടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആത്മഹത്യയുടെ പേരിൽ മാത്രം ഈ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് സാക്ഷരതയുടെ കാര്യത്തിൽ 100% അവകാശപ്പെടുന്ന
ഉന്നത ജീവിത നിലവാരത്തിൽ കഴിക്കാൻ ഭക്ഷണവും വസിക്കാൻ പാർപ്പിടവും എല്ലാമുള്ള ഏറ്റവും നല്ല ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളികളെ നമ്മൾ അഹങ്കരിക്കപ്പെടുന്ന ഞാൻ അടക്കമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രത്തോളം ആത്മഹത്യകൾ വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 5 വർഷം കൊണ്ട് 39,962 ആത്മഹത്യകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സർവേക്ക് ശേഷം 1 മാസവും 1 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 40,000 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് മനഃശാസ്ത്ര വിദഗ്ധർ കൃത്യമായി പറയുന്നത്, ഒരാളിൽ നിരാശ കടന്നുകൂടുകയാണെങ്കിൽ അവനിൽ ആത്മഹത്യാ പ്രേരണ കൂടുകയും അവൻ ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതത്തെ ഹനിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാൾ ആത്മഹത്യാ പ്രേരണയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ആത്മഹത്യക്ക് വേണ്ടി അവന് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും നിസാരമായി തള്ളി നീക്കുമെന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പാലായുടെ സമീപത്തുള്ള പൂവരണി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു വീട്ടിലെ 5 ആളുകളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്യുകയും ആ ആത്മഹത്യക്ക് മുമ്പ് അവരുടെ ആത്മഹത്യക്ക് തടസ്സമുണ്ടായിരുന്ന 7 മാസം പ്രായമായ കുഞ്ഞിനെയും 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷമാണ് ആ ദമ്പതികൾ ആത്മഹത്യ ചെയ്തത്. അവർ കച്ചവടത്തിൽ, ചെറിയൊരു റബ്ബർ കർഷകനായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കച്ചവടത്തിൽ വന്ന ചെറിയ ഒരു നിരാശയുടെ പേരിലാണ് അത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തത്. അതിന് കഴിഞ്ഞ മാസം കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ റമദാനിൽ ഇതേപോലെ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്, സാമ്പത്തികമായി അല്പം പിന്നോക്കമുള്ള ഒരു കുടുംബത്തിലാണ് ഈ ദമ്പതികളുള്ളത്. ഈ ദമ്പതികൾ ഭർത്താവിന് ചില ശാരീരിക അസ്വാസ്ഥ്യതകൾ ഉണ്ടാകുകയും ചികിത്സയ്ക്ക് പോയപ്പോൾ ഡോക്ടർമാർ ചില നിർദ്ദേശങ്ങൾ, ചില ചെക്കപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയും അവസാനം ചെക്കപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവരിൽ നിന്ന് പ്രത്യാശയുടെ എല്ലാ കിരണങ്ങളും അസ്തമിച്ചുകൊണ്ട് അവർ സ്വയം ഒരു തീരുമാനമെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിന് വലിയ ഒരു തുക, ഭീമമായ തുക ചികിത്സിക്കാൻ വേണം. ഇനി ചികിത്സിച്ചാൽ തന്നെ അത് ഭേദമാകണമെന്നുമില്ല, കാരണം ചികിത്സിച്ച് കുറെ കഴിഞ്ഞ് അത് നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ ദമ്പതികൾ ഒരു തീരുമാനമെടുത്തത് ആത്മഹത്യ ചെയ്തേക്കാം. എന്നാൽ അവർക്ക് ആത്മഹത്യക്ക് തടസ്സമുണ്ടായിരുന്ന 2 വയസ്സുള്ള 2.5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവർ ആ കുട്ടിയുടെ കഴുത്തറുത്ത് നിർദാക്ഷിണ്യം വധിച്ചതിന് ശേഷമാണ് ആ ദമ്പതികൾ ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ഏതൊരു ആത്മഹത്യകൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ നിരാശയുടെ ഫലമായി സ്വന്തം ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഓരോ മനുഷ്യരും അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ എന്തൊക്കെ ആത്മഹത്യക്ക് എന്താണോ പ്രതിസന്ധി ഉള്ളത് അതിനെയൊക്കെ നിശേഷം തച്ചു തകർത്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യക്തിഗത ആത്മഹത്യകൾ പോലെ തന്നെ കൂട്ട ആത്മഹത്യകളും ധാരാളമായി നടക്കുന്നുണ്ട്. ഇതൊക്കെയും നടക്കുന്നത് നിരാശയുടെ ഫലമാണ്. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈരാറ്റുപേട്ടയുമൊക്കെ വളരെ ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം തന്റെ ക്ലിനിക്കിൽ നിന്നും രോഗികളെ ചികിത്സിച്ചതിന് ശേഷം തറവാട്ടിൽ പോയി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാം കേട്ടതാണ്. അല്ലെ, ഈ ഫൗസിയയുടെ സമീപത്ത് കുറെ കാലം പ്രമേഹം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന രോഗികളെ തന്റെ സ്വാന്തനത്തിന്റെ വാക്കുകൾ കൊണ്ട്, ശുഭാപ്തി വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട്, കാരണം വ്യക്തമായി എനിക്ക് വ്യക്തിപരമായി 1 വർഷക്കാലത്തോളം അദ്ദേഹമായി പരിചയമുള്ളത്, എന്റെ ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രമേഹത്തിന്റെ ഒരു അല്പം ഗുരുതരമായ ഒരു പ്രശ്നം ഈ ഡോക്ടറെ സമീപിച്ചപ്പോൾ ആ ഡോക്ടർ വരുന്ന രോഗികളോട് നൽകുന്ന സമാശ്വാസത്തിന്റെ വാക്കുകൾ, ആ ഡോക്ടറും ചെറിയൊരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പത്തിന്റെ ഔന്നിത്യമോ സമ്പത്തിന്റെ കുറവോ സമൂഹത്തിൽ എന്തെങ്കിലും പദവി ലഭിക്കാത്തതിന്റെയോ പദവി ലഭിച്ചതിന്റെ പേരിൽ ഒന്നുമല്ല മനുഷ്യൻ ആത്മഹത്യ ചെയ്ത്, മറിച്ച് മനുഷ്യരിലേക്ക് കടന്നു വരുന്ന നിരാശ എന്ന് പറയുന്ന ഒരു മോശം പ്രവണത, ആ മോശം അവസ്ഥയുടെ പ്രേരണ മൂലമാണ് പല മനുഷ്യരും ജീവിതം നശിപ്പിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ പ്രിയ ഗുരുനാഥൻ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചൊരു ജീവിതം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്നൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിരിക്കുന്നത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്.
അപ്പൊ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഏറ്റവും സമാധാനത്തോടു കൂടിയും ഏറ്റവും ആഹ്ലാദഭരിതവുമായ ഒരു ജീവിതമാണ്. എന്നാൽ പലപ്പോഴും അതിന് വിഭിന്നമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുന്നത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അവന്റെ ബാധ്യതയാണ് പ്രയാസങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മുടെ പ്രിയ അധ്യാപകൻ നമ്മൾ ഓർമ്മിപ്പിച്ചത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വിശ്വാസിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ പല നിലയ്ക്കുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയമുണ്ടെങ്കിൽ നിരാശ കടന്നു വരും, പട്ടിണിയുണ്ടെങ്കിൽ നിരാശ കടന്നു വരും, ധനനഷ്ടം, ജീവനഷ്ടം, അങ്ങനെ ഏതൊരു കാര്യമുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിലൊക്കെയും കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിരാശ എന്ന് പറഞ്ഞാൽ. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംസാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബി ഇല്ല ളാലൂൻ. അള്ളാഹുവിൽ നിരാശ വെച്ച് പുലർത്തുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ വഴിപിഴവിന്റെ വഴിയിലാണ്. കാരണം ആ വഴിപിഴവിന്റെ വഴി എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്കും കൊടും കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, ജീവിതത്തിൽ നിരാശയുണ്ടാകുമെങ്കിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ നിരാശയ്ക്ക് നിങ്ങൾ നിരാശരായി പിന്മാറാതെ പ്രത്യാശയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനൊരൊറ്റ ഹദീസ് മാത്രം നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി എന്നുള്ളതാണ് ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിരാശ കടന്നു വരുന്നത് ഭൗതികകരമായ പല കാരണങ്ങളുടെ പേരിലായിരിക്കും. അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എന്റെ അയൽവാസിക്കോ എന്റെ കൂട്ടുകാരനോ ലഭിച്ച ഒരു ഭൗതികകരമായ നേട്ടം എനിക്ക് ലഭിക്കാതെ വരുമ്പോൾ വലിയ നിരാശയിലേക്ക് ഞാൻ പോകും. അതുപോലെ ഇപ്പോൾ പരീക്ഷാ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷയുടെ റിസൾട്ടും പരീക്ഷാ ഫലവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളും A+ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. ഇത് നിരാശ കടന്നു വരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എന്നാൽ ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് A ഗ്രേഡോ B ഗ്രേഡോ ഒക്കെ ലഭിക്കുമ്പോൾ നിരാശരായിക്കൊണ്ട് എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനഃശാസ്ത്രം, ഹദീസുകളെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒരു മനഃശാസ്ത്രപരമായിട്ടാണ് ഹദീസുകളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ മുകളിലേക്കുള്ളവരിലേക്ക് നോക്കരുത്. ഈ പറഞ്ഞതിന്റെ ഒരു വാചകമെന്ന് പറയുന്ന, അടിസ്ഥാനമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികകരമായി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉള്ളവരോട് നമുക്കൊരു കാണുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥതയാണ്, എനിക്കില്ലല്ലോ എന്നുള്ള ഒരു അസ്വസ്ഥത. ഇപ്പൊ മുന്തിയതരം വാഹനങ്ങൾ, വലിയ ബഹുനില വീടുകൾ, അത് ഭൗതികരമായി എന്തെങ്കിലുമൊക്കെ മേന്മകളുണ്ട് എങ്കിൽ എനിക്കില്ലല്ലോ എന്നുള്ള പരാതിയിലാണ് പലപ്പോഴും മനുഷ്യൻ നിരാശരായി കഴിയുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ താഴെ ഉള്ളവരിലേക്ക് നോക്കുക. അല്ല, ഒരിക്കൽ ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോൾ കാലിൽ ധരിക്കാൻ ചെരുപ്പില്ല. വലിയ അസ്വസ്ഥതയോടുകൂടി ഒരു നിരാശനായിട്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിലേക്ക് പോയപ്പോഴാണ് 2 കാലുമില്ലാത്ത ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ ആ പള്ളിയിലേക്ക് വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. നിങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മഹത്തായ ദിവസങ്ങളിൽ വന്ന് അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുന്നു, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സമയങ്ങൾ കണ്ടെത്തുന്നു, അതിന് തയ്യാറാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഇതിന് അവസരം ലഭിക്കാത്ത എത്രയോ മനുഷ്യർ നമുക്ക് നൽകിയതുപോലെയുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ പിന്നോക്കം അള്ളാഹു എടുത്തപ്പോൾ എത്ര മനുഷ്യരാണ് ആശുപത്രികളിലും വീടുകളിലും ഒക്കെയായിട്ട് അള്ളാഹു ചെറിയ ചില അനുഗ്രഹങ്ങൾ പിൻവലിച്ചതിന്റെ പേരിൽ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റാതെ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ പറ്റാതെ, വിശുദ്ധ ജുമാ കൂടാൻ പറ്റാതെ മനസ്സിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
എനിക്ക് അള്ളാഹു ഏതൊരു അവസ്ഥയാണോ തന്നിരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് എന്റെ താഴയിലേക്കുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സമാധാനപ്പെടുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിലേ ഉള്ളൂ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നന്ദി പ്രകടിപ്പിക്കുന്ന, അള്ളാഹു അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി തയ്യാറാകുക. അള്ളാഹു നമുക്ക് അതിനേറെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹുവിന്റെ വാഗ്ദാനം നമ്മിലേക്ക് പെയ്തിറങ്ങണമെങ്കിൽ മുഫസ്സിരീങ്ങളെ ഉലമാക്കൾ പറയുന്ന മറ്റൊരു അഭിപ്രായമാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, എന്നാൽ അള്ളാഹു നൽകുന്ന വാഗ്ദാനം അള്ളാഹു നിങ്ങളെയും ഓർക്കുമെന്നുള്ളതാണ്. മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെയും മകനാണ് ഉർവത്ത് ബിൻ സുബൈർ റഹ്മഹുല്ലാഹ്. താബിഈ പണ്ഡിതനാണ്. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ധാരാളം ദീനിനെ കുറിച്ച് പഠിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കുകയും അത് അതേപടി തന്നെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്ത മഹാനാണ്. അന്നത്തെ കാലത്തെ മദീനയിലെ 7 പ്രഗത്ഭ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ഉർവത്ത് റഹ്മഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം, വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന ഒരൊറ്റ ആയത്ത് വെച്ച് നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ മഹത്തുക്കളൊക്കെ എത്രത്തോളം ജീവിതത്തിൽ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം തന്റെ മകനുമായി സിറിയയിലേക്ക്, ദമാസ്കസിലേക്ക്, അവിടെയുള്ള മലിക്കിനെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ മലിക്കിനെ കണ്ടു യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ഉർവത്ത് റഹ്മഹുള്ളാഹിയുടെ മകന് ഒരു ചെറിയ ആഗ്രഹം, കൊട്ടാരത്തിലുള്ള മുന്തിയിനം കുതിരകളെ കാണണം. അങ്ങനെ രാജാവിനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും രാജാവ് വളരെ സന്തോഷത്തോടു കൂടി കൊട്ടാരത്തിലെ കുതിരപ്പന്തിയിലേക്ക് ഈ ഉർവത്ത് റഹ്മഹുള്ളാഹിയെയും മകനെയും സ്നേഹത്തോടു കൂടി അവിടെ കൊണ്ടുപോയി കുതിരകളൊക്കെ കാണിച്ചു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയ്ക്ക് ഒരു വിളറി പിടിക്കുകയും ആ മകന്റെ നേരെ ആക്രമണം നടത്തുകയും ആ മകൻ ഉർവത്ത് റഹ്മഹുള്ളാഹിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്തു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഉർവത്ത് റഹ്മഹുള്ളാഹിയുടെ കാലിന് ചെറിയൊരു വ്രണമുണ്ടായി. ആ വ്രണം അതിഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും കൊട്ടാരത്തിലെ രാജാവ് കൊട്ടാരം വൈദ്യനെ വിളിച്ച് വേണ്ട ചികിത്സയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അവസാനം കൊട്ടാരത്തിലെ വൈദ്യൻ പറഞ്ഞത്, ഈ കാല് മുറിച്ചു മാറ്റാതെ ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉർവത്ത് റഹ്മഹുല്ലാഹ് തന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വൈദ്യൻ വന്നു പറഞ്ഞു, താങ്കളുടെ കാല് മുറിക്കുമ്പോൾ വജ്രക്കത്തി കൊണ്ടാണ് കാല് മുറിക്കുന്നത്, അസഹ്യമായ വേദന ഉണ്ടാകും. അതുകൊണ്ട് താങ്കളുടെ കാല് മുറിക്കുന്ന ആ സമയത്ത് താങ്കളുടെ ബോധം നശിപ്പിക്കുന്ന, ബോധം കെടുത്തുന്ന ചില മരുന്നുകൾ ഞങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഉർവത്ത് റഹ്മഹുല്ലാഹ് ഡോക്ടറുടെ ആ ഒരു ആവശ്യം നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ബോധം നശിപ്പിച്ചുകൊണ്ട് എനിക്ക് ചികിത്സ നടത്തേണ്ട. കാരണം നിങ്ങൾ എന്നെ മയക്കുന്ന സമയത്ത് എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുകയും അതെന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് ഞാൻ അതിനെ കാണുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവസാനം ഉർവത്ത് റഹ്മഹുള്ളാഹിയുടെ ഈ ഒരു നിരന്തര ആവശ്യം ഡോക്ടർ അംഗീകരിക്കുകയും അവസാനം അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വജ്രക്കത്തി കൊണ്ട് തന്റെ കാലുകൾ മുറിച്ചു മാറ്റി. അസഹ്യമായ വേദനയുടെ സമയത്തും അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും ശുക്റിലും ഫിക്റിലും ഒക്കെയായി കഴിഞ്ഞുകൂട്ടി.
അവസാനം കുറെ സമയത്തിന് ശേഷം അദ്ദേഹം ബോധരഹിതനായി വീണു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാലിന്റെ രോഗമൊക്കെ ഭേദമായി. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുചരന്മാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അനുചരന്മാർ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉർവത്ത് റഹ്മത്തുള്ളാഹിയുടെ ഈ ഒരു ദുരവസ്ഥയെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ ഒരു സമാശ്വസിപ്പിക്കാൻ, കാരണം തന്റെ കൂടെ പോയിരുന്ന മകൻ മരണപ്പെട്ടു, തന്റെ ശരീരത്തിലെ പ്രധാന അവയവമായ കാല് മുറിച്ചു നീക്കപ്പെട്ടു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. അങ്ങനെ ഉർവത്ത് റഹ്മത്തുള്ളാഹിയെ കാണാൻ വന്ന അനുചരന്മാർ ഇത്തരം വാക്കുകൾ പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് മകനെ നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ശരീരത്തിന് അംഗവൈകല്യം സംഭവിക്കുന്നതുമൊക്കെ. ഉടൻ തന്നെ ഉർവത്ത് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു എനിക്ക് 4 ആൺകുട്ടികളെ തന്നു, അതിൽ ഒരാളെ മാത്രമേ അള്ളാഹു തിരിച്ചെടുത്തിട്ടുള്ളൂ. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അള്ളാഹുയുടെ അങ്ങേയറ്റത് ദിക്ർ പറയുകയാണ്, ശുക്ർ പറയുകയാണ്. അതുപോലെ എന്റെ ശരീരത്തിലെ ധാരാളം അവയവങ്ങളിൽ ഒരു അവയവത്തിന്റെ പകുതി മാത്രമേ അള്ളാഹു ഇതുവരെ തിരിച്ചെടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ധാരാളം അവയവങ്ങൾ ഇനിയും എനിക്ക് അള്ളാഹു നൽകി. ആ പോയ അവയവത്തെ കുറിച്ച് എനിക്ക് യാതൊരു നിരാശയില്ല. കാരണം ആ കാലുകൊണ്ട് ഞാൻ ദീനിനെ കുറിച്ച് പഠിക്കുവാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും ഒക്കെയാണ് ഞാൻ ആ കാല് ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ കാലിന്റെ കാര്യത്തിലും എനിക്ക് യാതൊരു വ്യസനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കാൻ വന്നവരെ തിരിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു മഹനീയ രംഗം നമുക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഖുർആനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, ഹദീസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിലെ മുൻഗാമികൾ ഏതൊരു നിലപാടാണ് എടുത്തിരുന്നത് അതേ നിലപാട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മോടും എടുക്കാൻ പറയുന്നത്. കാരണം ജീവിതം എന്ന് പറയുന്ന പല പ്രതിസന്ധികളിലും പല പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും നാം കഴിച്ചുകൂട്ടുകയെങ്കിലും അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തുള്ള ആ ഒരു കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിനെ കുറിച്ച് ശുക്ർ ചെയ്യാനും ദിക്ർ ചെയ്യാനും ഒക്കെ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവാണ് സത്യം, എന്റെ മുആദേ, എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ്. വീണ്ടും ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, അല്ലാഹുവാണ് സത്യം, എന്റെ മുആദേ, എനിക്ക് അല്ലാഹുവാണ് താങ്കളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം, വസിയത്ത് നൽകുകയാണ്. മുആദേ, നീ എല്ലാ വഖ്ത് നമസ്കാരം കഴിഞ്ഞും ഞാൻ പറയുന്ന ഒരു ദുആ നീ പ്രാവർത്തികത്തിൽ കൊണ്ടുവരണം. 5 നേരം നമസ്കരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സമ്മാനമായിട്ടാണ് ദുആയെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളൊക്കെ നിത്യം ചെയ്യുന്ന ഒരു ദുആ കൂടിയാണ്, എങ്കിൽ പോലും സാന്ദർഭികമായി ഒന്ന് ഉണർത്തുകയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്ത്. ഇതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക, അല്ലാഹുവിനെ നിന്നെക്കുറിച്ച് ദിക്ർ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് നൽകണമേ. വശുക്രിക, നിനക്ക് നന്ദി പറയുന്ന, നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന, ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഏത് പ്രതിസന്ധി വന്നാലും സന്തോഷം വന്നാലും സന്താപം വന്നാലും നിനക്ക് നന്ദി പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നീ എന്നെ മാറ്റണമേ അല്ലാഹുവേ. വഹുസ്നി ഇബാദത്തി, എന്റെ ഇബാദത്തുകളൊക്കെ ഏറ്റവും അഹ്സനായി തീരുവാൻ വേണ്ടിയും നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു വലിയ ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ നാം ധാരാളം പരിധി നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി വരുമെങ്കിലും ഖുർആനിലെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിലൂടെയും ഒക്കെ പ്രത്യാശയുടെ കിരണങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്ന, പ്രതീക്ഷയുടെ നല്ല നാളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെയും നാം കൂടുതൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. കാരണം അള്ളാഹു പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശരാകരുത്. നിരാശ ബാധിച്ചവരെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവരെക്കാൾ വഴിപിഴച്ചവർ ആരും ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. അവന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിരാശ ഉണ്ട് എങ്കിൽ
അത് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയുടെ പേരിൽ ആ നിരാശയെക്കുറിച്ചൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഒരു വിശ്വാസി ഏതൊരു നിലയ്ക്കാണോ ജീവിക്കേണ്ടത് അത്തരം നിരാശകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, താങ്കൾ നിരാശപ്പെടേണ്ട, അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് താങ്കൾ ഫഹദ്ദിസ് ഉച്ചത്തിൽ സംസാരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, ജീവിതത്തിൽ പലതരം നിരാശകൾ കടന്നു വരുമ്പോഴും ആ നിരാശകളിലൊക്കെ മാനസിക നില തെറ്റാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ, ഇഹ്സാൻ, തഖ്വ, ഹിദായത്തൊക്കെ നിലനിർത്തുന്ന ഒരു യഥാർത്ഥ തൗഹീദിന്റെ വക്താവായി, ഖുർആന്റെ വക്താക്കളായി നാം ഒക്കെ മാറുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അറിഞ്ഞുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ ഞാനും നിങ്ങളും ഒക്കെ തയ്യാറാവുക. അള്ളാഹു നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ സമയം വരെ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഫضൽ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഫضൽ കൊണ്ട് എത്രയും പെട്ടെന്ന് ശിഫയാക്കുമാറാകട്ടെ, സലാമത്താക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു ഈമാനും ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ നിന്നും വിശുദ്ധ ഗേഹത്തിലേക്ക് ഉംറയ്ക്ക് പോയ നമ്മുടെ പ്രിയ അധ്യാപകർ, സഹപാഠികൾ, സഹപ്രവർത്തകർ, അവരുടെയൊക്കെ ഉംറ അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായി തീർക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി മടങ്ങി വരാനുള്ള താക്കത്തും നൽകുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിന് ഇജ്ജത്തിലാക്കുമാറാകട്ടെ. വിശ്വാസി അതിന്റെ പേരിൽ ലോകത്ത് ധാരാളം മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലടക്കം. അള്ളാഹു അവർക്ക് എല്ലാ ക്ഷമയും സമാധാനവും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.